സേതുവിന് മുട്ടയിറച്ചി ഉണ്ടെങ്കിലേ പറ്റൂ. കുട്ടിക്കാണെങ്കിൽ പച്ചക്കറി. ഇതെങ്ങനെയാ ശരിയാവുക? ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സേതുവേട്ടൻ പച്ചക്കറി മാത്രമേ കഴിക്കൂ. പച്ചമീനും ഇറച്ചിയൊക്കെ കണ്ടാലേ ഞാൻ ഛർദ്ദിക്കും. അയ്യോ. അപ്പോ ഇവളേതോ ബ്രാഹ്മിൻ ഫാമിലി. എന്താ സേതുവേട്ടാ, നമുക്ക് പച്ചക്കറി മാത്രം മതി ഇല്ലേ? പോരാ, നീ ഇല്ലാണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നപ്പോ ടീച്ചറുടെ കൈകൊണ്ട് നല്ല ഇറച്ചിയും മീനും ഒക്കെ സ്റ്റൈലായിട്ട് വെച്ച് കഴിച്ച അങ്ങനെ ഒരു ശീലായി പോയേ. അപ്പോ മീനും മുട്ട ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലേ ചോറ് ഇവിടെ നിങ്ങോട്ട് ഇറങ്ങലോന്നുണ്ടോ? ഉണ്ട്. ഞാൻ വൈകുന്നേരം മാർക്കറ്റിൽ പോയി നല്ല 2 മീൻ വാങ്ങിച്ചോണ്ടിരാം. എന്റെ മോള് നന്നായിട്ട് വെട്ടിക്കഴുകി നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറുത്തരച്ച് പറ്റിച്ച് നല്ല സ്റ്റൈലായിട്ട് വെക്കണം. പിന്നെ കുക്കിങ്ങിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതിനെ വേറെ ആളെ നോക്കണം. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? വെറുതെ എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ? മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾ ഇതൊന്നും വെക്കണ്ട. സേതുവിന് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. കഴിക്കൂ. Expedia members get member prices and rewards for future trips. ഇങ്ങനെ ബ്രാൻഡി അടിച്ചിട്ട് ഈ കായലിന്റെ നടുക്ക് വെയിലത്തിരിക്കാൻ നല്ല സുഖമല്ലേ? നമ്മൾ രണ്ടാളും കൂടി സ്മോൾ അടിച്ച കാര്യം നീ ആരോടെങ്കിലും പറയോ? ഏയ് ഗോവിന്ദൻ മാഷ് ഞാനും കൂടെ എന്തോരം വെള്ളം അടിച്ചേക്കുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ല. അപ്പോ നിന്നെ വിശ്വസിക്കല്ലേ? എത്ര വേണമെങ്കിലും. പിന്നെ സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. സുനന്ദ ടീച്ചറായിട്ട് എങ്ങനെ? മാഷിനോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പക്ഷെ തന്നെ കാണുമ്പോഴൊക്കെ സുനന്ദ ടീച്ചറുടെ മുഖം മാറുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുനന്ദയ്ക്ക് എന്നോട് ഹൃദയം തുറന്ന സ്നേഹമാണ്. പക്ഷെ ആ കശ്മലൻ കണ്ണൻ മാഷ പേടിച്ചിട്ടാ എന്നോടത് കാണിക്കാത്തത്. സുനന്ദയ്ക്കെന്നല്ല, ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും. അതെന്റെ കുറ്റാണ്. എന്റെ വൈഫായിട്ട് താൻ ലക്ഷ്മിക്കുട്ടി അറിയോന്ന്? അങ്ങനെ ചോദിച്ചാ ഈ കായലിൽ ഇവിടെ താഴെ അറിയോ? ഇല്ല. ഒരു 7 ആള് താഴ്ച വരും. ഇവിടെ നിന്ന് നിന്നെ പൊക്കി എടുത്തിട്ടാലേ ഇട്ടാ എനിക്ക് നീന്താറിഞ്ഞൂടാ. അതെന്റെ ഭാഗ്യം. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ചോദിക്കുന്നതിന് സത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ലൂണെ കയറേണ്ടി വരില്ല. സത്യം പറ, ലക്ഷ്മിക്കുട്ടി അറിയാം? അറിയാം. എങ്ങനെ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. മാഷിന്റെ വൈഫല്ലേ? സത്യം സത്യം എന്റെ സത്യത്തോട്ട് ഭഗവാനാണ് സത്യം. എന്നെ തലയിലെ വെള്ളത്തിൽ തള്ളല്ലേ. അപ്പോ ഇവനും അല്ല. എന്നാ നമുക്ക് പോകാം. പോവാലോ? വേറൊന്നുമല്ല, എനിക്കൊരു ചെറിയ മൂത്രശങ്ക പോലെ. അല്ലെങ്കിൽ ഇത് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ? പിന്നെ ഇവിടെ തന്നെ തുഴഞ്ഞ് കൂടുതൽ നേരം വേണമെങ്കിലും. എവിടുന്നോ ഒരു പെണ്ണ് വന്ന് കേറുക, അവള് വീട്ടമ്മയായിട്ട് വിലസുക, ഇതൊക്കെ കയ്യും കെട്ടി നോക്കിയേക്കാന്ന് പറഞ്ഞാ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി വഷളാകും. പീടിവലിയും കള്ളോടിയും അസാരം കൂടുന്നുണ്ട്. എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നിവർത്തിയില്ല വെച്ചാ ഓമനടുത്തോട് പറയന്നെ. അയ്യോ എന്റെ ഭഗവതി, എന്തൊരു നോട്ടാത്. പാശ കളഞ്ഞിട്ടൊന്ന് കഞ്ഞി കുടിക്കുക ചെയ്തിട്ടാ. നല്ല നെല്ലുത്തരിയുടെ കഞ്ഞിയാ. അയ്യോ, കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കളയല്ലേ. എനിക്ക് തറയിൽ കിടന്ന് ഉറങ്ങി ശീലമില്ലെന്ന് അറിയാലോ. 2 പേർ കൂടി കിടക്കാൻ ഈ കട്ടിൽ പോരാനും. ഒരു ഡബിൾ കോട്ട് വാങ്ങണം. പുറത്ത് കിടക്കണ്ട കേട്ടോ, നല്ല മഞ്ഞുണ്ട്. പിന്നെ ഗോവിന്ദ ടീച്ചർ കണ്ടു വെച്ചാ എന്താ വിചാരിക്കുക? പതുക്കെ. മാഷേ,
സോറി. ഇന്ന് ക്ലാസ് വേണ്ട. താൻ എന്ത് പണിയെ കാണിക്കുന്നത്? ആ പുഷ്കരം പേടിച്ച് പനി പിടിച്ച് കിടപ്പാ. എത്ര ചോദിച്ചിട്ടും കാരണം എന്താണെന്നിട്ട് പറയുന്നില്ല. അപ്പോഴേ എനിക്ക് പിടി കിട്ടി താൻ തപ്പി കൊടുത്തിട്ടുണ്ടാവുന്നു. എന്തിനുള്ള പുറപ്പാടാണോ? നിങ്ങൾക്കത് പറയാം. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് നിൽക്കണേ. ഉള്ള സത്യം മുഴുവൻ ആ ഗോമതി ടീച്ചറോട് പറഞ്ഞിട്ട് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ ആലോചിക്കാം. ആ കുറെ കാലമായാലും ഇതും പറഞ്ഞ് എന്നിട്ട് പേടിപ്പിക്കുന്നു. എന്നാ ചെന്ന് പറ. ഇനി ഇപ്പൊ ഒടയതമ്പര നേരിട്ട് വന്ന് ഉള്ള സത്യം മുഴുവൻ പറഞ്ഞാലും ടീച്ചർ വിശ്വസിക്കും തോന്നില്ല. അത്രയ്ക്ക് വിശ്വാസം ലക്ഷ്മിക്കുട്ടി മാഷയൊക്കെ അവർക്ക്. പ്രസവത്തിന് മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സന്തോഷം ആ പാവത്തിന്. കഷായം ഉണ്ടാക്കലും തേച്ചു കുളിപ്പിക്കലും ഡോക്ടറെ കാണിക്കലും ഒന്നും പറയണ്ട. ഇക്കണക്കിന് പോയാ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സ്കൂള് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന എനിക്ക് തോന്നണേ. തന്റെ ഒരു മാതിരി തൊലി കാണുമ്പോഴേ എനിക്ക് മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഒന്ന് ബോൾഡായിട്ട് നിക്കടോ, ഞങ്ങളൊക്കെ ഇല്ലേ. ഓ നല്ല പാർട്ടീസാണ്. അന്ന് പാതിരാക്ക് ഞാൻ അവിടെ വന്ന് കെഞ്ചി പറഞ്ഞല്ലേ, ഇന്നേ ദിവസം വരെ ആ ലൈനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അപ്പൊ അതല്ല, സ്വന്തം തടി കേടാവാതെ നോക്കണം അല്ലേ? പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? ഓരോ നിമിഷവും ഞാനിവിടെ ശ്വാസം മുട്ടിയാ കഴിയണേ. ചില നേരത്ത് അവളുടെ ഓരോ നമ്പർ കാണുമ്പോ ചെപ്പക്കിട്ട് ഒറ്റ പൊട്ടിക്കലോ കൊടുക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ, ഈ കളി ഇനി ആദ്യം തുടർന്നുകൊണ്ടോ എന്നെ കിട്ടത്തില്ല. ഞാനേ ഒരു ആൾമാറാട്ടം, എന്റെ മുമ്പിൽ വേറെ മാറാട്ടം എന്ന് വെച്ചാൽ എന്റെ പൊന്ന് സേതു ഉടനെ ചാടി പുറപ്പെട്ട് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കാൻ പറ്റുമോ? താനങ്ങോട്ട് വിട്ടോ. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പുറകെ വരാം. എപ്പോ വരും? ഉടനെ എന്ന് വെച്ചാ ഒരു 5:30 വന്നിട്ട് താൻ നോക്കിക്കോ. ഞങ്ങൾ ഈ പാർട്ടി ഒന്ന് നേരിട്ട് കാണട്ടെ. കണ്ടിട്ട് കണ്ടിട്ടെന്താ, ഞാനും സുനന്ദയും കൂടെ യൂണിയൻ ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കാച്ചും. അവളുടെ ടീം അവളുടെ സകല കള്ളിയും പൊളിച്ചടക്കി ടാറ്റാ പറയിപ്പിച്ച് പാഴ്സലാക്കി തരാം. അറിയാലോ എന്നെ? ആ നിനക്ക് മിക്സിയല്ലേ ഇനി വേണ്ടത്? മുകളിലാണ്. വരും. ആ ദാ ഇവിടെ ചോദിച്ചോളൂ. മിക്സി വേണമായിരുന്നു. ഏതിനാ? മീനു മിക്സ് മതി.